ഹലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ബെയറിഷ് ഫ്ലാഗ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഫ്ലാഗിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് എന്ന് പറയുമ്പോൾ അതിനൊരു പോൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫ്ലാഗ് ഉണ്ടാവും. ഒരു ഫ്ലാഗിൻ്റെ ഷേപ്പിലാണുള്ളത്. നമുക്ക് അപ്പ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും വരുന്നുണ്ട്. ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ നമ്മളതിനെ ബെയറിഷ് ഫ്ലാഗ് എന്നും അപ്പ് ട്രെൻഡിൽ വരുന്നതിന് നമ്മൾ ബുള്ളിഷ് ഫ്ലാഗ് എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഫ്ലാഗാണ്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ട്രെൻഡ് പെട്ടെന്ന് ഡൗണിലേക്ക് മാർക്കറ്റ് മൂവ് ആവുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേഷനിൽ പീരീഡ്, അതായത് ഒരു നമ്മൾ പാരൽ ചാനൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പാരൽ ചാനൽ വേസ് മാർക്കറ്റ് മൂവ് ആവുന്നു. അതിനുശേഷം അതിൻ്റെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തു, ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് ഈ ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ബിയറിഷ് ഫ്ലാഗ് എന്ന് പറയുന്നത്. നിലവിലെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺസ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഫ്ലാഗ് പോൾ, അതായത് എവിടെ നിന്നാണോ ഒരു വലിയ ഡൗൺ ഉണ്ടായത്, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഡൗൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബിയറിഷ് ക്യാൻഡിൽ കൊണ്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഈ ഒരു 23,253 നിന്നും ആ ഒരു പ്രൈസ് വന്ന് ടച്ച് ചെയ്ത് നിന്നതെന്ന് പറഞ്ഞാൽ 20,849. അതായത് വലിയൊരു ഫോൾ, ബിയറിഷ് ഫോൾ നടന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നു. ശേഷം അതിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട്, പാരൽ ചാനൽസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എൻട്രി പോയിൻ്റായിട്ടും എക്സിറ്റ് പോയിൻ്റായിട്ടും നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോളിൻ്റെ ലെങ്ത്താണ്. അതായത് ഈ ഡൗൺ പോളാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇവിടെ ഡൗൺ സ്റ്റാർട്ട് ചെയ്ത ഏരിയ മുതൽ ഈ ഒരു ഫോളിൽ നിന്ന് കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഏരിയ വരെ സെലക്ട് ചെയ്യുന്നു ടാർജറ്റായിട്ട്. അതിനുശേഷം നമ്മളുടെ പാരൽ ചാനലിനെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ടാർജറ്റ് ഏരിയ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മളിവിടെ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടാർജറ്റ് ഏരിയ 19,397 എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എൻട്രി ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നെക്ക് ലൈൻ, ഈ ഒരു പാരൽ ചാനലിൻ്റെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു ബുള്ളിഷ്നെസ്സോട് കൂടി ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുന്നു. അതിൻ്റെ ക്ലോസിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എൻട്രി വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ എൻട്രി വരുന്നു. ടാർജറ്റായിട്ട് നമ്മളുടെ ആ ഒരു പോളിൻ്റെ ലെങ്ത്ത് വെക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു നമ്മുടെ സൈഡ് വേസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാരൽ ചാനലിൻ്റെ റെസിസ്റ്റൻസിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നു. ഈ ഒരു ഏരിയയിലേക്കുള്ള മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഏത് ടൈം ഫ്രെയിമിൽ നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം മുതൽ നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ ഇന്ന ടൈം ഫ്രെയിം എന്നില്ല, എല്ലാ ടൈം ഫ്രെയിമിലും നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. 5 മിനിറ്റ്സ് മുതൽ നമുക്കിത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇനി ബിയറിഷ് ആയിട്ടുള്ളൊരു ഫ്ലാഗ് മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ഇതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് മാർക്കറ്റ് പോകുന്ന സമയത്ത് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയം, അതിനുശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. കൺഫർമേഷനോട് കൂടി മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ഡൗൺ ട്രെൻഡിൽ നമ്മൾ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊരു ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കൺഫർമേഷന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അതായത് നമ്മുടെ പാരൽ ചാനലിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുന്ന സമയത്ത് താഴെ വോളിയം, നല്ല ഹൈ വോളിയം മാർക്കറ്റിലുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നോർമലുള്ളൊരു വോളിയം ഈ ഒരു ലെങ്ത്തിലാണ് വരുന്നത്. അതിന് മുകളിൽ നല്ലൊരു വോളിയത്തോട് കൂടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നത്. സോ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പാറ്റേണുമായിട്ട് വരാം. ബൈ.